കോവളത്തിനടുത്ത് വെള്ളാറിലാണ് കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. 2011 ഉദ്ഘാടനം ചെയ്യപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ സാറ് വിനോദസഞ്ചാര വകുപ്പ് കൈകാര്യം ചെയ്ത സമയത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൾച്ചറൽ സെൻ്ററുകളിലൊന്നാണ് കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ്. എന്നാൽ കഴിഞ്ഞ ഒരു 10 വർഷക്കാലം 2018 വരെ ഈ സ്ഥാപനം പ്രത്യേകിച്ച് ചലനമൊന്നുമില്ലാതെ അന്യം നിന്ന് പോകുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അവിടെ നിന്നാണ് 2018 വിനോദസഞ്ചാര വകുപ്പിന് വേണ്ടി ഏഷ്യയിലെ ഏറ്റവും വലിയ സഹകരണ സ്ഥാപനമായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈ സ്ഥാപനം ഏറ്റെടുക്കുകയും 2021 ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയും ചെയ്തത്. കേരളത്തിനകത്തെ പൊട്ടൻഷ്യലായ കരകൗശല ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ കൾച്ചറൽ ആക്ടിവിറ്റീസ്, ഇതിനെയൊക്കെ പ്രിസർവ് ചെയ്യാനുള്ള ഒരിടമായിട്ടാണ് ക്രാഫ്റ്റ് വില്ലേജിനെ വിഭാവനം ചെയ്തിട്ടുള്ളത്. ക്രാഫ്റ്റ് വില്ലേജിലേക്ക് എത്തപ്പെടുന്ന ഒരു വിനോദസഞ്ചാരിയെ സംബന്ധിച്ച് കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ട്രഡീഷണലായ നമ്മുടെ പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന 28ഓളം കരകൗശല ഉൽപ്പന്നങ്ങൾ നേരിട്ട് കാണാനും അത് നിർമ്മിക്കുന്ന ആർട്ടിസ്റ്റുകളുമായി ഇടപെടാനും അതിൽ ഇൻവോൾവ് ചെയ്യാനുമുള്ള അവസരം ക്രാഫ്റ്റ് വില്ലേജിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. ഈ സ്ഥാപനം നേരിട്ട് 100ഓളം കരകൗശല വിദഗ്ധർക്ക് അല്ലെങ്കിൽ കലാകാരർക്ക് നേരിട്ട് അവരുടെ ജീവിത മെച്ചപ്പെടുത്താനുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്ന മുടിയേറ്റായാലും തെയ്യമായാലും കഥകളി ആയാലും കൂടിയാട്ടമായാലും മറ്റൊരു നാടിനും പിന്നെ അവകാശപ്പെടാൻ പറ്റാത്ത അത്ര വിപുലമായ വൈവിധ്യമായ ഒരുപാട് കൾച്ചറൽ പ്രോഗ്രാമുകൾ നമ്മുടേതായി സ്വന്തമായിട്ടുണ്ട്. ഇതിനെയൊക്കെ സംരക്ഷിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ മേഖലയിൽ ഇടപെടുന്ന കലാകാരന്മാർക്ക് നല്ല രീതിയിലുള്ള വരുമാനം ലഭിക്കാൻ ആവശ്യമായ, അവർക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരുപാട് ഫെസ്റ്റിവൽസ്, ഒരുപാട് കലാപ്രവർത്തനങ്ങൾ ക്രാഫ്റ്റ് വില്ലേജിൽ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് എത്തുന്ന ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികൾക്ക് അനുഭവിക്കാൻ പറ്റുന്ന രീതിയിൽ അതിൽ ഇടപെടാൻ പറ്റുന്ന രീതിയിൽ അവിടെയാണ് ഞങ്ങൾ സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റ്. എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു സാധ്യത ഉപയോഗപ്പെടുത്താനാണ് ക്രാഫ്റ്റ് വില്ലേജ് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഈ ക്യാമ്പസിലേക്ക് എത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു 5 മണിക്കൂർ ഇതിൻ്റെ മനോഹാരിതയിൽ നന്നായി ലാൻഡ്സ്കേപ്പ് ചെയ്ത ഈ ഭൂപ്രകൃതിയിൽ ഇരുന്ന് ഈ കാണുന്ന കേരളത്തിൻ്റെ കൾച്ചർ മുഴുവൻ നേരിട്ട് അനുഭവിച്ച് ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ ക്രാഫ്റ്റ് വില്ലേജിനെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വാർത്ത കാണുന്ന TN ന്യൂസ് കാണുന്ന മുഴുവൻ ആളുകളെയും ഞങ്ങളേറെ സ്നേഹത്തോടെ കേരളത്തിൻ്റെ ഒരു എക്സ്പീരിയൻസിങ് സെൻ്ററായ ക്രാഫ്റ്റ് വില്ലേജിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക.